NCCയിൽപ്പെട്ട ആളുകൾ ഫ്രീഡം പരേഡ് നടത്തുമ്പോൾ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടത്തുമ്പോൾ അതിലൊന്നും കാണാത്ത ഗവൺമെന്റ് അല്ലെങ്കിൽ പോലീസ് എന്തുകൊണ്ട് ഫ്രീഡം പരേഡില് എന്തോ അസുഖകരമായ കാര്യങ്ങൾ കാണുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. പൊതുസമൂഹം ഇടപെടുന്ന മേഖലകളിലേക്ക്, പൊതുവായി കാണുന്ന ഇടങ്ങളിലേക്ക് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ആളുകൾ വരരുത് എന്ന് കരുതുന്നത് കൊണ്ടാണ്. മുസ്ലിം സമൂഹത്തിൽ നിന്ന് രാജ്യത്തെ കുറിച്ച് സംസാരിക്കുന്ന, രാജ്യസ്നേഹത്തെ കുറിച്ച് സംസാരിക്കുന്ന, രാജ്യത്തിന്റെ ശത്രുക്കൾ ആരാണ് എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾ വരരുത്, വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെ വരരുത്. ഈ സമൂഹത്തില് മൂവാറ്റുപുഴ സമൂഹത്തിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞാൽ ഇത് കഴിഞ്ഞതിന് ശേഷം 2 മാസത്തെ പ്രചരണത്തിനിടയിൽ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഒരു സംഘടന അതിജീവിക്കാൻ ശേഷിയുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തോടുകൂടി ഈ സംഘടന CPM-നെയും അതിജീവിക്കാൻ പോവുകയാണ്. അതിജീവിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ 30 കൊല്ലം ബംഗാളിൽ CPM ഭരിച്ചിട്ട് മിക്കവാറും 5 or 6 മാസത്തിനുള്ളിൽ അതിന്റെ കാര്യം ജനങ്ങൾ ഫിനിഷ് ചെയ്യും. ഫിനിഷ് ചെയ്യാൻ പോകും. ഒരു നിവൃത്തിയില്ല. അല്ല, ആൽഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മാവോവാദികള് CPM-കാരുടെ പിന്നെ ഓഫീസുകൾ ആക്രമിച്ചു. CPM-മാർ മഹാധീരന്മാരായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഓഫീസ് ഉപേക്ഷിച്ച് ഓടിപ്പോയി. പിന്നെ എന്താ ആക്രമിച്ചത്? മാവോവാദികളും CPM-മാരും തമ്മിലുള്ള ഫിഖിഹിയായ തർക്കം കൊണ്ടാണെന്ന് വിചാരിക്കുന്നത്. ഈ മുജാഹിദുകളും സുന്നികളും തമ്മിലൊക്കെ തർക്കം പോലെ നടക്കുന്നത്. CPM കഴിഞ്ഞ 30 കൊല്ലം അവിടെ ഭരിച്ചത് അവര് ഓരോ വീട്ടിലും റേഷൻ കാർഡ് കൊടുത്താൽ റേഷൻ കാർഡ് CPM ഓഫീസില് ഡെപ്പോസിറ്റായിട്ട് സൂക്ഷിക്കണമെന്നായിരുന്നില്ല. ഡെപ്പോസിറ്റായിട്ട് സൂക്ഷിക്കണം. എന്ത് ആനുകൂല്യങ്ങൾ വേണമെങ്കിലും CPM-ന്റെ ഓഫീസിൽ പോയിട്ട് സഹാക്കന്മാരെ കാലൊഴിഞ്ഞു കൊടുക്കേണ്ടത്, അവരുടെ സുഖ ചികിത്സക്ക് നമ്മൾ സഹായിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ 30 കൊല്ലം ഭരിച്ചപ്പോൾ സഹി കെട്ടുണ്ട്. ഇനി അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM ഓഫീസുകൾ നമ്മുടെ സഹോദരന്മാരല്ലോ മാവോവാദികള് ആക്രമിക്കുകയും അവരെ നാട്ടിയുടെ മലയാളി സംഘങ്ങളെ ഉണ്ടാക്കി. മലയാളി സംഘങ്ങളെ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2000-3000 രൂപ ശമ്പളവും കൂടെ ഒരു തോക്കും കൊടുത്തിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് CPM. പക്ഷേ ബംഗാളിലെ ജനതകൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. ഈ കാര്യം നമുക്ക് മനസ്സിലായത് പോപ്പുലർ ഫ്രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ തുടങ്ങിയപ്പോഴാണ്. അതിനൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിയായിരുന്ന ആളെയാണ് നമ്മുടെ അഡ്വക്കേറ്റ് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് നിങ്ങൾ എന്തിനാണ് ഈ അഡ്വക്കേറ്റ് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്തത്? നല്ല തമാശ. പ്രതികളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന ഇവരൊക്കെ പ്രതികൾ എത്തിച്ചു കൊടുക്കണം. മറ്റു കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയൊക്കെ പോപ്പുലർ ഫ്രണ്ടിൻ്റെതാണ്. യഥാർത്ഥത്തില് അത് മാത്രമായിരുന്നില്ല. പശ്ചിമ ബംഗാളിൽ നടക്കുന്ന അതിനിന്ദ്യമായ, ഹീനമായ, ജനാധിപത്യ വിരുദ്ധമായ, ജനവിരുദ്ധമായ, കാലനൂറ്റാണ്ടിലധികം കിടന്ന ഭരണകൂടത്തിന്റെ അതിക്രമങ്ങളെ കുറിച്ച് കേരളത്തിൽ ആദ്യം തന്നെ സംസാരിക്കാൻ തുടങ്ങിയത് പോപ്പുലർ ഫ്രണ്ടാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട രേഖയായിട്ട് അവരെ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നത് ബംഗാളിൽ നിന്ന് വാർത്തകളൊന്നുമില്ല എന്ന് പറയുന്ന പുസ്തകം. അത് എഴുതിയിരിക്കുന്നത് NM സിദ്ദീഖാണ്. അതൊരു കാരണം. രണ്ടാമത്തെ കാരണം, NM സിദ്ദീഖ് വളരെ നിഷ്കളങ്കനായിട്ട് ഒരു മനുഷ്യാവകാശ പ്രവർത്തനം. അദ്ദേഹത്തിന് അറിയും മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യാവകാശ കമ്മീഷനിന്റെ ഈ ചെയർമാനുമില്ല, അഖിലേന്ത്യാ ചെയർമാൻ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ബാലകൃഷ്ണൻ, അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ പുതിയ കാർഡ് സൗകര്യങ്ങളൊക്കെ ആയിട്ട് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായി. നമ്മൾ വിചാരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ ഒരു കത്ത് കൊടുത്താൽ ഉടനെ തന്നെ എവിടെ പോയി ആരെങ്കിലും മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ പറയുന്നത് ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളൊക്കെ വേണം. അപ്പൊ തന്നെ മനസ്സിലായല്ലേ ഇത് സ്വഭാവം. വധശിക്ഷ വേണം. വധശിക്ഷ കഴിയുന്നത്ര കൂട്ടണം അയാൾ കഴിഞ്ഞ 1 മാസം മുമ്പ്. ഇങ്ങനെ പറയുന്ന ഒരു ചെയർമാനുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ. നമ്മുടെ സിദ്ദീഖ് സാഹിബ് അഡ്വക്കേറ്റ് മനുഷ്യാവകാശ പ്രവർത്തകൻ വിചാരിച്ചു ഈ എറണാകുളം ജില്ലയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഈ വിഷയത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ ഒരു കടലാസിൽ എഴുതിയിട്ട് അടിയിൽ ഒപ്പിട്ടിട്ട് മേലെ CHRO എന്നൊക്കെ എഴുതിയിട്ട് അയച്ചാൽ
അന്വേഷിക്കേണ്ടതുണ്ടാവും. പിന്നെ പത്രങ്ങളിൽ വരും. എല്ലാ പത്രങ്ങളിലൊന്നും വരില്ലെങ്കിലും ചുരുങ്ങിയത് ഈ തേജസ് പോലെയുള്ള പത്രങ്ങളിൽ വന്നാൽ തന്നെ ബുദ്ധിമുട്ടാണ്. ഇത് വന്നു കണ്ടപ്പോ ഇത് ഒരു രണ്ടാമത്തെ പകയായി എടുത്താൽ ആളെ അറസ്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, നിങ്ങൾ ഡോക്ടർ പ്രദീപിനെ എന്തിനാ അറസ്റ്റ് ചെയ്ത്? അദ്ദേഹം ഒരു ഡെന്റൽ ഡോക്ടർമാർ സാധാരണ മനുഷ്യർക്ക് തെറ്റായ മരുന്ന് കൊടുത്ത് പോലും ആളുകളെ ഉപദ്രവിക്കാറില്ല. വല്ലവരും വല്ല പലവേദനയൊക്കെ ഉണ്ടായാലും പല്ലെടുത്ത് കളയാന്നുള്ള ഉപദ്രവം ചെയ്യുമെന്നല്ലാതെ വേറെ ഒരു ഉപദ്രവം ചെയ്യാതെ ഇയാളെ പ്രതിയാക്കിയത്. അയാളെ പ്രതിയാക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെന്താ, അത് പ്രതികളെ കിട്ടണ്ടേ? അതാണ് രണ്ടാമത്തത്. ഇപ്പൊ പ്രൊഫസർ അനസിന്റെ കാര്യം നിങ്ങൾക്കറിയാം. പ്രൊഫസർ അനസിനെ അറസ്റ്റ് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട കാരണം പിറ്റേ ദിവസം ശേഷവും നടന്ന പ്രതിഷേധത്തിൽ അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളതും അതിലുള്ള വീഡിയോ ക്ലിപ്പ്. അതാണ് എന്താ ശാസ്ത്രീയമായ കുറ്റാന്വേഷണമല്ലേ പോലീസ് നടത്തുന്നത്? ഏതെങ്കിലും ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ അതിന്റെ വീഡിയോ ക്ലിപ്പിംഗ് എടുക്കുക, അവരുടെ മുഖവും മറ്റു മുഖങ്ങളും ഒക്കെ പരിശോധിച്ച് നോക്കുക. ഇവനെ കണ്ടാൽ ഒരു ഭീകരനാണെന്ന് തോന്നുന്നുണ്ടല്ലോ, ഉടനെ അവനെ വീട്ടിൽ പോവുക. ഇന്നിപ്പോ ഈ സമ്മേളനം നടക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഇവിടെ ഏതോ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കത്ത് പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേര്, വിലാസം, അച്ഛന്റെയും അമ്മന്റെയും പേര്, ഭാര്യമാരുണ്ടെങ്കിൽ അവരുടെ പേര്, കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പേര്, കല്യാണം കഴിക്കാൻ പോവുകയാണെങ്കിൽ പ്രതിഷ്ഠിത വധുവിന്റെ പേര്, എല്ലാ വിവരങ്ങളുമായിട്ട് ഞങ്ങളെ ഫോണിൽ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡാസ് ഇവിടെ പറന്ന് നടക്കുന്നു. ഇങ്ങനെയുള്ള കുറ്റാന്വേഷണം നടത്തിയിട്ട് പ്രൊഫസർ അനസിനെ പിടികൂടി. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അദ്ദേഹത്തെ ജയിലിലിട്ടു. പക്ഷേ ഇതുകൊണ്ടൊന്നും തളരാൻ പോകുന്നില്ല. പ്രതികളെ കൊടുക്കാനുള്ള ജോലി ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് എന്തിനായി പോലീസ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ ഏതൊക്കെ പ്രതികൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്. കാരണം നമ്മളെ പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി പോലീസുകാരും നിങ്ങൾ നോമ്പിച്ച ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾക്കുണ്ട്. കുറച്ച് ഇന്റലിജൻസ് ഉള്ള പ്രവർത്തകന്മാരുണ്ട് എന്നല്ലാതെ വേറൊരു ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഇതിനില്ല. പക്ഷെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോ ഞാൻ വീണ്ടും ആ സംഭവത്തിലേക്ക് കിടക്കണം. മൂവാറ്റുപുഴ സംഭവം തൊടുപുഴയിലെ ന്യൂമാൻസ് കോളേജിലെ പുണ്യപാലനായിട്ടുള്ള സഖാവ് ചെയ്തിരിക്കുന്ന അക്രമം, ആ അക്രമം ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിനെതിരായിട്ട് പ്രാദേശികമായൊരു വികാരമുണ്ടായി. ആ വികാരം തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. ആളുകളെ പിടികൂടണം, പ്രതികൾ ആരാണെന്ന് പിടികൂടണം. ഞങ്ങൾക്ക് പ്രതികളെ ഹാജരാക്കേണ്ട ജോലി നമ്മളല്ലല്ലോ, നമ്മൾ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഒന്നും അല്ലല്ലോ. അങ്ങനെയാണ് പ്രതികൾ ഹാജരാക്കുമെന്ന് പറഞ്ഞാൽ പ്രതികൾ ഹാജരാക്കാന്ന് പറയാം. ഇതല്ലല്ലോ, നമുക്ക് എന്ത് ചെയ്യാനും. അപ്പോ പക്ഷെ അതിന്റെ പ്രത്യാഘാതങ്ങൾ അത് ഉപയോഗിച്ചിട്ട് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഒരു സംഘടനയെ അത് കഠിനമായി തകർക്കാൻ കഴിയുമെന്ന് പരമവീഠികളായിട്ടുള്ള ഭരണവർഗത്തിലെ ചില ആളുകൾ കരുതി എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് വെച്ച് ചിരിക്കാൻ വക നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം. വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ടോ? ഇയാൾക്ക് വെട്ടേറ്റപ്പോ അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടി ആർത്തവം നിന്ന് പോയൊരു ഇസ്ലാമിക സംഘടനയുടെ പടുവൃദ്ധന്മാരായിട്ടുള്ള യുവ നേതാക്കള്, പ്രത്യേകം ശ്രദ്ധിക്കണം എന്റെ വാചകങ്ങള്, പടുവൃദ്ധന്മാരായിട്ടുള്ള യുവ നേതാക്കള് കുപ്പിക്കണക്കിൽ ചോരയുമായി വന്ന് ബഹുസ്വര സമൂഹത്തിന്റെ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ച് അത് കൊട്ടിഘോഷിക്കുമെന്ന് നോക്കിയപ്പോ മുസ്ലിം സമൂഹം മാത്രല്ല മറ്റു സമൂഹങ്ങളും അവരെ അറ്റി എന്നുള്ളതിന്റെ തെളിവ് മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് മത്സരിച്ചപ്പോ മാറ്റത്തിന് ഒരു വോട്ട് എന്ന പേരിൽ അവർ മത്സരിച്ചപ്പോ ഒരു വാർഡില് ഒരു വോട്ട് നൽകിയിട്ട് അവരെ നമ്മുടെ മുസ്ലിങ്ങൾ മൊത്തത്തിൽ അവരുടെ ആ ആവശ്യത്തെ നിറവേറ്റിയുണ്ടായി. ഇത് കഴിഞ്ഞിട്ട് ദിവസം പ്രതി പുതിയ കാര്യങ്ങൾ വരുന്നു. മാധ്യമങ്ങൾ പറയുന്നത് ഞാൻ നോക്കുന്നില്ല. മാധ്യമങ്ങളിൽ ഇങ്ങനെ ഓരോ ദിവസവും പുതിയ കഥകളാണ്. നോട്ടീസ് വരുന്നു. നസറുദ്ദീൻ സാഹിബിന് നോട്ടീസ് കിട്ടി, എനിക്ക് നോട്ടീസ് കിട്ടി, അമീദ് മാഷിക്ക് നോട്ടീസ് കിട്ടി. അമീദ് മാഷി വേറെ ഒരു നോട്ടീസ് ഇന്നലെ കിട്ടിയിട്ടുണ്ട്, ഈ 2 ദിവസം മുമ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നോട്ടീസ് കിട്ടാൻ ധാരാളം സാധ്യത ഉണ്ട്. മുമ്പൊക്കെ സൈക്ലോസ്റ്റേജ് ചെയ്ത നോട്ടീസായിരുന്നു, ഇപ്പൊ DTPയിൽ എടുത്തിട്ട് പ്രിന്റ് ചെയ്തിട്ടുള്ള നോട്ടീസുകളാണ്. UAPA എന്ന് പറഞ്ഞിട്ട് നസറുദ്ദീൻ സാഹിബ് ഇവിടെ പറഞ്ഞു. എന്ത് ഭീകര നിയമം എന്ന് അറിയോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ നിയമങ്ങൾ വരുമ്പോ അതിനെതിരെ ശബ്ദമുയർത്തിയിട്ടില്ലെങ്കിൽ, അതാണ് നിങ്ങളുടെ ശബ്ദം മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. പക്ഷെ നിങ്ങളുടെ ശബ്ദം മതി, നിങ്ങളുടെ ശബ്ദം മാത്രം മതി. ഇറോം ഷർമിള എന്ന് പറയുന്ന ഒരു സ്ത്രീ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് മണിപ്പൂരിൽ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്ന് പറയുന്ന ആ കിരാതമായ നിയമം, വളരെ കിരാതമായ നിയമമാണ്. ആ നിയമം നടപ്പിലാക്കുന്നതിനായിട്ട് ഒരൊറ്റ സ്ത്രീ നടത്തുന്ന സമരം അന്താരാഷ്ട്ര തലത്തിൽ വമ്പിച്ച ശക്തിയുള്ള ഒരു സമരമായി മാറിയിട്ടുണ്ടെങ്കിൽ
ലോകത്ത് ഇത്തരത്തിലുള്ള രാജ്യത്ത് ഇത്തരം അക്രമങ്ങൾ നടക്കുമ്പോൾ, ഭരണഘടനാ വിരുദ്ധമായുള്ള അക്രമങ്ങൾ നടക്കുമ്പോൾ ആ അക്രമങ്ങൾക്കെതിരെ കൈ എഴുന്നേറ്റ് നിന്നിട്ട് നോ എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുക. അതാണ് നമ്മൾ പറഞ്ഞത്. UAPA കൊണ്ടുവന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ റസൂൽ സാഹിബ് പറഞ്ഞല്ല, UAPA എന്ന് പറയുന്നത് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. അത് ആർക്ക് നേരെയും പ്രയോഗിക്കുക. അത് കൽക്കട്ടയിൽ മുമ്പ് CPM-കാർക്കെതിരെ ഇതേപോലുള്ള നിയമങ്ങൾ ഉപയോഗിച്ചിരുന്നു. 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടന്നപ്പോ കേരളത്തിലുള്ള CPM പ്രവർത്തകന്മാർ, അന്ന് CPI പ്രവർത്തകന്മാരാണ്, അവരെ മുഴുവൻ ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് എന്ന് പറയുന്നുണ്ട്, രാജ്യരക്ഷാ നിയമം ഉപയോഗിച്ച് ജയിലിലിട്ടിരുന്നു. അതൊരു കാടൻ നിയമമാണ്. അത്തരത്തിലുള്ള കാടൻ നിയമങ്ങൾ വരുമ്പോ അതിനെതിരെ ശബ്ദിക്കണം. ഉദാഹരണത്തിന് ഈ 2008 UAPA നിയമം നടപ്പിലാക്കിയത് ബോംബെയിലെ ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ്. CPM-ന്റെ പ്രവർത്തകർ, MP-മാർ, വലിയ വലിയ മനുഷ്യാവകാശ പ്രവർത്തകരും പിന്നെ വർഗീയതക്കെതിരായുള്ള വിരിശയുദ്ധം നടത്തുന്നവരും അവരൊക്കെ ആയിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഒന്നും പരിഗണിക്കാതെ വളരെ ഭീകരമായ വകുപ്പുകളിൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഉദാഹരണത്തിന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഏതെങ്കിലും ഒരു സംഘടന, ആ സംഘടനയുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നവരുമായി ബന്ധമുണ്ടെന്ന് വരെ മുഴുവൻ നിയന്ത്രിക്കാനും ജയിലിലടയ്ക്കാനും പിന്നെ അവരെ ശിക്ഷിക്കുന്നതിനും അധികാരം നൽകുന്ന ഒരു നിയമം, കോട്ടയുടെയും ചാടയുടെയും വേഷം മാറിയിട്ടുള്ള നിയമം നമ്മുടെ UAPA-യിലേക്ക് വന്നു. അരുന്ധതി റോയി അതിന്റെ പേരിൽ ശിക്ഷിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്തോ ഒരു അവസാന നിമിഷം ആരോ വിവേകശാലികളായ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു അത് വലിയ അന്താരാഷ്ട്ര ഫലങ്ങളുണ്ടാകും, ദുഷ്ഫലങ്ങളുണ്ടാകും എന്ന് പറഞ്ഞിട്ട്, ചിലപ്പോൾ സോണിയാഗാന്ധിയൊക്കെ ആയിരിക്കും. സോണിയാഗാന്ധിക്ക് മാത്രമല്ല ഈ കോൺഗ്രസിൽ കുറച്ച് വിവേകമുള്ള സ്ത്രീ എന്ന് പറയപ്പെടുന്നു. പിന്നെ അവരുടെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിക്കുകയാണ്. പക്ഷേ ആഭ്യന്തര വകുപ്പ് ഒരു സർക്കുലർ, ഒരു സർക്കുലർ പിന്നെ ഇറക്കി. എന്താ പറഞ്ഞത്? UAPA നിയമപ്രകാരം പിന്നെ നിരോധിക്കപ്പെട്ട സംഘടനയെ സഹായിക്കുന്നതോ, ആ സംഘടനയുടെ പ്രവർത്തകന്മാരെ കണ്ടാച്ചിരിക്കുന്നതോ, ആ സംഘടനയുടെ പ്രവർത്തകന്മാരെ ജയിലിലിട്ടാൽ അവരെ ജാമ്യത്തിൽ ഇറക്കുന്നതിന് വക്കീലുമായി സംസാരിക്കുന്നതോ, അതേപോലെ ഒരു 15 വകുപ്പുകൾ, ഈ വകുപ്പുകളൊക്കെ ചെയ്യുന്നത് UAPA നിയമപ്രകാരം ശിക്ഷാർഹമാണ് എന്നുള്ള കാര്യം രാജ്യത്തെ എല്ലാ പ്രജകളെയും ഞങ്ങളിതാ ചെണ്ടകൊട്ടി അറിയിച്ചിരിക്കുന്നു എന്ന് ആഭ്യന്തര വകുപ്പ്